കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോട്. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോട്. കുടുംബാംഗങ്ങളുടെ വ്യക്തിത്വവും വിവാഹവും. ഒരാളുടെ വ്യക്തിത്വം അയാളുടെ ബാഹ്യരൂപം മാത്രമാണോ? ആയിരിക്കാനിടയില്ല. അയാളുടെ സമൂഹത്തോടുള്ള ഇടപെടലുകളും കൂടി ഉൾപ്പെട്ടതാണ്. ഓരോ മനുഷ്യന്റെയും പെരുമാറ്റവും ശീലങ്ങളും ഗുണദോഷങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതിന്റെ കാരണം എന്താണ്? ഓരോരുത്തരുടെയും ജീനുകളിലൂടെ പകർന്നു കിട്ടുന്ന വ്യത്യസ്തതകൾ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നത്. പാരമ്പര്യമാണ്. നല്ല വ്യക്തിത്വ ഗുണമുള്ള കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ തുടക്കം എപ്പോൾ വേണം? സംശയം വേണ്ട, വിവാഹം ആലോചിക്കുന്ന സമയത്ത് തന്നെ ആകണം. തിരഞ്ഞെടുക്കപ്പെടുന്ന പങ്കാളി ശരിയായ രീതിയിലുള്ള ആളല്ലെങ്കിൽ അടുത്ത തലമുറയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വന്നേക്കാം. വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്ന പങ്കാളിയെക്കുറിച്ച് മാത്രമല്ല, കുടുംബത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ചിത്രം ലഭിച്ച ശേഷമേ വിവാഹബന്ധത്തിലേക്ക് കടക്കാവൂ. പഴയ ആൾക്കാർ കുടുംബ മഹിമയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ്. പ്രണയവിവാഹങ്ങളെ മാതാപിതാക്കൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത തലമുറയെക്കുറിച്ചുള്ള വേവലാതി ഉള്ളത് കൊണ്ടാണ്. ഈ കാലത്തും വരന്റെയും വധുവിന്റെയും സ്വഭാവ സവിശേഷതയെക്കുറിച്ച് മിക്കവരും അന്വേഷിക്കാറുണ്ട്. അതുമാത്രം പോരാ, മറ്റു പലതും അന്വേഷിക്കണം. പാരമ്പര്യമായുള്ള അസുഖങ്ങളോ സ്വഭാവ വൈകല്യങ്ങളോ ഉണ്ടോ എന്നും അറിയണം. വിവാഹം ആലോചിക്കുമ്പോൾ ആ കുടുംബം സാമ്പത്തികമായി ഉന്നത നിലയിലെങ്കിൽ ബുദ്ധിമാന്ദ്യമോ മാനസിക രോഗങ്ങളോ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഇത്തരം അസുഖങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൂടി പകരാനുള്ള സാധ്യത ഏറെയാണ്. സാമ്പത്തികത്തിന്റെ പിന്നാലെ പോയി മറ്റുള്ളത് അവഗണിക്കുന്നത് ബുദ്ധിമോശമാണ്. ഈ കാലത്ത് പണമുണ്ടാക്കുവാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല എന്നതല്ലേ സത്യം. പുകവലി, മദ്യപാനം തുടങ്ങിയ സ്വഭാവ ദൂഷ്യങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കില്ലെങ്കിലും സ്വഭാവ ദൂഷ്യമുള്ളവർ ആ വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ വളരുന്ന കുഞ്ഞിനെയും സ്വാധീനിക്കാം. ഉദാഹരണം പറയട്ടെ, അച്ഛൻ മദ്യപിക്കുന്ന ആളല്ല, അപ്പൂപ്പൻ എന്നും അല്പം മദ്യപിച്ചിട്ടാണ് വീട്ടിലെത്തുന്നത്. കൗമാരക്കാരനായ കൊച്ചുമകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ കുട്ടി ചിന്തിക്കാനിടയുള്ളത്? അപ്പൂപ്പൻ ഇത്രയും കാലം മദ്യപിച്ചിട്ട് ഒന്നും പറ്റിയില്ല, പിന്നെ ഞാൻ ഇത്തിരി മദ്യപിച്ചത് കൊണ്ട് എന്ത് ദോഷം, ഉടനെ ഒന്നും വരാനില്ല എന്നായിരിക്കും തോന്നുക. അതുപോലെ മദ്യപിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരോടൊപ്പം താമസിക്കുന്നവർക്ക് മദ്യപാനം തെറ്റാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞെന്ന് വരില്ല. നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയെ പങ്കാളിയായി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, പങ്കാളിയുടെ അച്ഛനമ്മമാരുടെ സ്വഭാവം, കുടുംബാംഗങ്ങളുടെ ജീവിത രീതിയും സവിശേഷതകളും കുടുംബ പാരമ്പര്യവും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കണക്കിലെടുക്കുക തന്നെ വേണം. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.